ഫ്രണ്ട്സ്, ഫിയോക്കുട്ടിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ ഔട്ടിംഗ് ആയിട്ടാണ്. ഔട്ടിംഗ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാനായിട്ടൊക്കെ ഞാൻ വന്നത്. ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങാനൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ, ഗെയിമിംഗ് സ്ഥലം. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓരോന്ന് നിങ്ങളെ കളിച്ചു. പിന്നെ ആ ഒരു കാണുന്നില്ലേ നിങ്ങൾ, ഒരു സർക്കിൾ പോലത്തെ സാധനമല്ലേ അവിടെ, ഒരു സർക്കിൾ, ഒരു റൗണ്ട് കളറായിട്ടുള്ള സാധനമല്ലേ, ആ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇങ്ങനെ കറക്കുമ്പോൾ ഏതെങ്കിലും നമ്പർ നിൽക്കും. ഇപ്പോൾ 1 ആണെങ്കിൽ നമുക്ക് ഒരു ടിക്കറ്റേ കിട്ടുള്ളൂ, ഒരു ഗെയിമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാധനമാണ്, വീല് കറക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ ഓരോ ഗെയിമും ഞാനിങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ചെറിയ കുട്ടികൾക്കും കളിക്കാം, വലിയ ആൾക്കാർക്കും കളിക്കാൻ പറ്റുന്ന ഗെയിംസാണ് ഇവിടെ ഉള്ളത്. മറ്റേ ഫസ്റ്റ് കണ്ട ഗെയിമില്ലേ, ഇതിലൊക്കെ കളിച്ചാൽ ടൈം പോകുന്നതേ അറിയില്ല. ഓരോന്നിൽ കളിച്ചാൽ എങ്ങനെയാണ് തീരുന്നത് നമ്മളൊന്നും അറിയില്ല അങ്ങനെ കളിച്ചാൽ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി. അവിടെ പോയപ്പോൾ ഒരുപാട് സൈക്കിളും സ്കൂട്ടറും അങ്ങനത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ഇലക്ട്രിക് അങ്ങനത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി. പിന്നെ അടിയിൽ നല്ല ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്താ നോക്കാൻ പോയപ്പോൾ ആ അടിയിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആ പ്രോഗ്രാമാണ് ഞാൻ നോക്കാൻ പോയത്. ഒരു ചെറിയ പ്രോഗ്രാമാണ്, നല്ല തിരക്കായിരുന്നു. കണ്ടില്ല ഗൈസ്, നല്ല തിരക്കായിരുന്നു. അടിയിലൊക്കെ ഫുള്ളാണ്. അപ്പം ഞാൻ മേലെ നിന്നിട്ടാണ് എല്ലാവർക്കും ടാറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. മേലെ നിന്നിട്ട് മേലെയും നിറഞ്ഞൊക്കെ തന്നെയാണ്. എന്താണ്, സ്റ്റേജിൽ നിൽക്കുന്ന സ്ഥലത്താണ് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത്. അതിൻ്റെ നടുവിൽ 2 ജോക്കർമാർ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് പേടിയാവും ഗൈസ്, അതിൻ്റെ ഫേസ് എനിക്ക് നല്ല പേടിയാവും. ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ ഞാൻ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ ആലോചിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഒരു ഫേസ് ഡ്രോയിങ് ഉണ്ടായിരുന്നു, മുഖത്ത് ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാനിത് വേഗം ഓടിച്ചെന്നിട്ട് ചെയ്യാൻ നിന്നു. അപ്പോൾ അവരെനിക്കൊരു എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രസ്സിനനുസരിച്ചിട്ടായിരുന്നു അവരെനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഫ്രീ ആണ് കേട്ടോ, ഫ്രീ ആയിട്ടാണ് എനിക്ക് ചെയ്തു തന്നത്. 2 ഭാഗത്തും ഇങ്ങനെ ഗിൽട്ട് പോലൊക്കെ ആക്കി. ഇതാണ് ഗൈസ് പരിപാടി. ഇത് ഒപ്പനയാണ്, ഒപ്പന കളിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാൻ ഒപ്പന കണ്ടിട്ട് ഞാനിവിടെ നിന്നിട്ട് അതേപോലെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒപ്പനയും ഞാൻ കണ്ട്. പിന്നെ ഈദിൻ്റെ വേറൊരു ഡാൻസ് ആയിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാർ, കുറേ ലേഡീസ് ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്തുക, ഇങ്ങനെ കറങ്ങുന്നതും അവർ സൗദികളുടെ ലുക്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ നോക്കിയിട്ടിരുന്നു. മേലെ കണ്ടില്ല ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, നല്ല തിരക്കായിരുന്നു മേലെ. ഒരുപാട് ആൾക്കാർ എന്താണ് മേലെ നിന്ന് അടിയിക്ക് ഈ ഒരു ഡാൻസ് കാണാനായിട്ട് മേലെ നിന്ന് അടിയിക്കും വരുന്നുണ്ട്. പിന്നെ ഇതൊരു ടെൻറ്റ് പോലെ സെറ്റ് ചെയ്ത് കാണും. ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ സോഫയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി നിന്നിട്ടൊരു പോസ്റ്റൊക്കെ കാണിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സ് ടെൻറ്റ് കാണാൻ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു ഗെയിം കണ്ടു. പിന്നെ ഞാൻ ഷോപ്പിൽ കയറിയപ്പോൾ ഒരു ക്ലിപ്പ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ചെറിയ ക്ലിപ്പ്. ഒരു ഗിൽറ്റിൻ്റെ ബാഗും ഞാൻ കണ്ടുവിട്ടെ ഫ്രണ്ട്സ്, അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മാറ്റിയിട്ട് അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു, പക്ഷേ എനിക്കൊന്നും മേടിച്ച് തന്നില്ല ഫ്രണ്ട്സ്. പിന്നെ അവിടെ ഒരുപാട് വളകളുണ്ടായിരുന്നു കേട്ടോ, കയ്യിലിടാൻ പറ്റുന്നത്, കിലിക്കി വള അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വളകളും കമ്മലും ഉണ്ടായിരുന്നു, ഓരോ ഇതുപോലെ. പിന്നെ ഞാൻ കണ്ടതായിരുന്നു ഗൈസ് ട്രെയിൻ കണ്ട അവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ ചിറ്റിക്കൂട്ടോ, ആർക്ക് വേണമെങ്കിലും അതിൽ ഇരിക്കാം. ഒരുപാട് ആൾക്കാർ അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പൈസ ഉണ്ട് കേട്ടോ, ട്രെയിനിന് പൈസ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നോക്കി ട്രെയിനൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മറക്കുക തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഓരോ കറികൾ അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫ്രൈഡ് റൈസ് മാത്രമേ ഞാൻ വാങ്ങിച്ചത്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എൻ്റെ ഷോപ്പിൽ. പിന്നെ ഒരു ബലൂണൊക്കെ നിൽക്കുന്നുണ്ട്, ഞാൻ പറിക്കാൻ പറ്റൂലല്ലോ. ഞാൻ മേലെ ലൈറ്റിൻ്റെ മേലെയാണ് ഒരു ബലൂൺ വെച്ചിരിക്കുന്നത്. നല്ല തിരക്കായ കാരണം നമ്മുടെ നമ്പർ കൊടുത്ത് നമ്മൾ വേറെ സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മുടെ നമ്പർ വിളിക്കുമ്പോൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ, ടൈമിനെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ജ്യൂസായിട്ട് എന്തെങ്കിലും വേണോ, ഫുഡായിട്ട് എന്തെങ്കിലും വേണോ എന്ന് നോക്കുന്നത്. പിന്നെ ഞാൻ കണ്ടില്ല, എൻ്റെ ചിത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രൈഡ് റൈസ് വന്നു. അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ടാറ്റാ.